വിശന്ന് എനിക്ക് പ്രാന്താ. പുട്ടുമായിട്ട് വല്ല ശത്രുതയുണ്ടോ? കഴുത്ത് പിടിച്ച് ഞെരിക്കണ പോലെ. എന്താ വാടാ ഇത്? സിമന്റ് മിക്സ് ചെയ്യുന്ന മെഷീനോ? എന്താന്ന് അറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. വെള്ളം കുടിച്ചോളൂ. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണകാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നു. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. ചേട്ടാ 2 പ്ലേറ്റ് മട്ടൺ ഫ്രൈ. ആഹാരം കഴിക്കുന്നത് എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരേ. അങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ എങ്ങനെ ആക്കിയിട്ട് പിന്നെ അങ്ങനെയല്ല ഇങ്ങനെ എടുത്തിട്ട് ഇത്രയും നല്ല ചാപ്പാട് അടുത്തിടെ കഴിച്ചിട്ടില്ല. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. എത്രയായി? എത്രയേട്ടാ? കണക്കൂട്ട് അറിയാൻ പാടില്ലട്ടാ. 32 രൂപ. എവിടുത്തെ കണക്കാണ്? 5 സ്റ്റാറിലാണോ ഇതാ? ചേട്ടാ കാശ് തരാൻ ആഗ്രഹമില്ല. വീട്ടില് ഭയങ്കര പട്ടിണിയാണ്. എന്റെ തന്തേന്ന് പറഞ്ഞ ഒരാഴ്ചയായി പടി പിടിച്ച് വീട്ടിൽ പണിക്കൊണ്ടിരിക്കണത്. ഇതെന്താ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണല്ലോ. കടയാൻ പൊടിക്കും കേട്ടോ. എന്തെങ്കിലും വാങ്ങി കണ്ടിട്ടുണ്ടെങ്കിലേ കാശ് എന്നിട്ട് പോടോ, ചിലക്കാൻ നിൽക്കാണ്ട്. ഓരോ ഉടായ്പായിട്ട് അറിയിക്കോളൂ. തിന്നേന്റെ പൈസ ഉണ്ടോ? എടോ അധികം നമ്പർ ഇറക്കല്ലേ. ഞാൻ ആരാണ് എനിക്കറിയോ? അത്ര വലിയ പുല്ലൊന്നും അല്ല, നമുക്കറിയാം അവന്റെയൊക്കെ കഥ. 32 രൂപയല്ലേ? ഇത് 50 രൂപ പിടിച്ചേക്കാം. അവന്റെ ഒരു കോപ്പിലെ കടയും കത്തിക്കും. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. എവിടുന്ന് വരുന്നടാ ഇവനൊക്കെ? എന്റെ രാഘവേട്ട, ആ വന്ന പുള്ളി ആരാന്നറിയോ? ഇല്ല. ആരാണ് അയാൾ? അയാൾ ആരാണ്? സോഷ്യൽ മീഡിയയിലെ വലിയ പുള്ളിയാ, ആറാട്ടണനാ. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ അനുഭവിച്ചോ, കട പൂട്ടിക്കാതെ സൂക്ഷിച്ചോ. കണ്ടറിയണം കോശി, നിനക്ക് എന്താ സംഭവിക്കാതെ. ഞാൻ പോകുന്നു. ബൈ ബൈ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.